പുതുമുഖൻ. എനിക്കിന്ന് എൻ്റെ സെമിനാർ തുടങ്ങിയാണ് ഗായ്സ്. അപ്പം ഞാൻ സെമിനാറിന് പോകാൻ വേണ്ടി കെട്ടിയൊരുങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. അതിന് മുന്നേ തന്നെ ഞാൻ വീട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ട്രെയിനാണെങ്കിൽ പോവുകയും ചെയ്ത്. അപ്പം ഇവിടെ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന് വീഡിയോ എടുക്കാൻ എഴുതിയപ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊരു കോളേജ് വന്നിട്ട് സംസാരിച്ച്. പുള്ളിക്കാത്തി പങ്കടിക്ക് പോയപ്പോഴാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുത്തത്, ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് വെക്കാലാന്ന് എഴുതി. പിന്നെ ഓരോരോ ഘട്ടങ്ങൾ ഞാനിങ്ങനെ എടുത്ത് എൻ്റെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഇവിടെ FSOട്ടിന് വന്നിട്ടുള്ളൊരു സെമിനാറിൻ്റെ. അപ്പം ഞാനും അതിങ്ങനെ എടുത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ എനിക്കിനി 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ വരാൻ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെയാണെന്നാണെങ്കിലും ഞാൻ 4 ടോസ്റ്റാണ് ഇന്നത് രാത്രി. വിശപ്പുണ്ടായിരുന്നില്ല, എന്നാലും കഴിച്ചില്ല. പക്ഷെ ഇന്നലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തപ്പോൾ അതൊക്കെ എടുക്കണം എന്ന് കരുതിയാണ്. വലിയ നാട്ടിലിടുമ്പോൾ അല്ല 5-6 ഡ്രസ്സ് എടുത്ത് 4 ദിവസം ഉണ്ട് എനിക്ക് സെമിനാർ. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ കൊളിയൊക്കെ പറഞ്ഞത് സെമിനാറിന് പോയി സൂപ്പറാണ്, നിനക്ക് ഗെയിം ഉണ്ടാവും, ഫുഡ് അടിക്കുക, റെസ്റ്റ് എടുക്കുക, പക്ഷെ വർക്ക് ചെയ്യണ പോലെ തന്നെ 8 മണിക്കൂർ നീ സെമിനാർ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവർ ഒരു സെമിനാർ കഴിഞ്ഞതാണ്. ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്തത് ഒരു 1.5 മാസം കഴിഞ്ഞായിരുന്നു. അതായത് എനിക്കിവിടെ കിട്ടി, ഞാനൊരു 1.5 മാസത്തോളം കഴിഞ്ഞാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അവരും ആ സെയിം ടൈമിനൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അവർക്ക് സെമിനാർ ഒരെണ്ണം കഴിഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞത് സെമിനാർ കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് എന്തൊക്കെയോ പ്രൊജക്റ്റൊക്കെ ഉണ്ടാവുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പോണ വഴി കാണാത്ത ഗുണസൊക്കെ കാണിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫുഡ് മേടിച്ച് കഴിക്കണം. ഇവിടെ എനിക്ക് റവ കയറി മേടിക്കായിരുന്നു. പിന്നെ 4 മിനിറ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ 5 മിനിറ്റ് 6 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോയി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ട്രെയിൻ പോകും. പിന്നെ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഇരുന്നത്. അങ്ങനെയാണ് ഗായ്സ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ കയറിയിട്ട് അടുത്ത വിശേഷം പറയാം. ഓക്കെ, നമ്മുടെ സ്റ്റുട്ട്ഗാർട്ട് പാനോസിലെത്തി ഗായ്സ്. എന്നിട്ട് എൻ്റെ ട്രെയിൻ വന്നേക്കാം. ഇനി ട്രെയിനിലൊരു 1 മണിക്കൂറോളം നിൽക്കാം. അതെ, ഇനി അവിടെ ചെന്നിട്ട് ബസ് എന്തുവാണ് ഇത് നോക്കിയിട്ടാണ് ഞാൻ അത് 3 മണിക്ക് മുന്നേ എത്തിയാൽ 10 മണിക്ക് 11 മണിക്ക് മുന്നേ അവിടെ എത്തണം. ഒന്നും കഴിച്ചിട്ടില്ല. വിശക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ വിശക്കുന്നുണ്ട്. ട്രെയിൻ കഴിക്കാൻ വേണ്ടി ചവക്കാൻ ഒന്നുമില്ലല്ലോ. എന്ത് ചെയ്യും? ഞാൻ അവിടെ ഇരുന്നപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എഴുതിയതാണ് ഗൈസ്. പക്ഷേ കുറേ ആൾക്കാരുടെ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ അടുത്തടുത്ത് മുട്ടുകൊണ്ടിരിക്കുന്നത് എടുക്കാൻ എന്ത് പറയാനാണ്. വെള്ളം എടുത്തിട്ടുണ്ടായി, വെള്ളം കുടിച്ചായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇന്നലെ എന്തെങ്കിലും മേടിച്ച് വെക്കാൻ നേരത്തെ ഇന്നലെ ഞായറാഴ്ച എൻ്റെ ഒന്നും മേടിച്ച് വെക്കാനും പറ്റില്ല. സൂപ്പർ മാർക്കറ്റ് തുറക്കത്തില്ല. ശനിയാഴ്ച ഞാൻ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ പോണ കാര്യം ഓർത്തില്ല. എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഇതിനങ്ങ് ബസ്സൊക്കെ കയറാൻ വന്ന് നിൽക്കണ ഒരു സ്ഥലമായിരുന്നു ഞാൻ സെമിനാറിന് പോണതിൻ്റെ. പിന്നെ അങ്ങ് ബസ്സിലാണ് പിന്നെ അവിടേക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞ് എൻ്റെ പിന്നെ ഇതൊന്നും പറയണ്ട, മലമേലയിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ. ഇതൊരു കുന്ന് കയറി ചെന്ന് പൊരി വെയിൽ, മൊട്ടക്കുന്ന് എന്നൊക്കെ പറയാം. അമ്മാതൊരു സ്ഥലം, ഒടുക്കത്തെ വെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡായിരുന്നു ഞങ്ങൾ പോകേണ്ടത്. ഞങ്ങൾ പക്ഷെ അപ്പുറത്തെ സൈഡിലോട്ടാണ് ഞങ്ങൾ 3 കൂടെ കയറി പോണത്. ലാസ്റ്റ് ഞങ്ങളുടെ ലീഡറിനെ വിളിച്ച് പുള്ളിക്കാരത്തി വന്ന് ഞങ്ങൾ ഇപ്പുറത്തോട്ട് പോയപ്പോഴേക്കും ഫുഡൊക്കെ കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ 12 മണിയായി എത്തിയപ്പോൾ. ഫുഡ് സെറ്റ് ഫുഡായിരുന്നു. കുറേ സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെന്ന് വെച്ചാൽ കൂടുതൽ സാലഡൊക്കെ കഴിക്കുള്ളൂല്ലോ. സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമൂസ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ആ പച്ച സാധനം. പക്ഷേ എൻ്റെ ഫ്രണ്ട് എന്നിട്ട് അത് ഇഷ്ടമായില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ തിന്നാൻ പോയില്ല. അങ്ങനെ പിന്നെ ഇത്
പുഡിങ് ഉണ്ടായിരുന്നു, വാനില പുഡിങ് ആയിരുന്നു. ഇത് ഞാൻ കഴിച്ചില്ല, നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതെനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. വിശന്ന് വന്നതിൻ്റെ പേരിൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റണ്ടായില്ല. ഇടുക്കലൊക്കെ എല്ലാം എടുത്തായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ തിന്നതാണെന്നാണെങ്കിൽ ഇപ്പം ഞാൻ അപ്പുറത്തുനിന്ന് മീറ്റ് എടുക്കും. ഈ മീറ്റ് അത്ര എനിക്ക് ഇഷ്ടമായില്ല, ബീഫ് എന്തോ ആയിരുന്നു. ഇത് ഞങ്ങൾക്ക് കൊടുത്തേക്കാണ് ഫുഡ് കഴിക്കാനുള്ള ഏരിയയാണ്. പിന്നെ ഞാൻ ഈ മീറ്റ് എടുത്തത് എനിക്ക് ഇഷ്ടമായില്ല. ചിക്കൻ നല്ലതായിരുന്നു. ഞാൻ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസാണ് തിന്നത്. അത്രയും സാധനങ്ങൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും കഴിച്ചൊന്നുമില്ല ഞാൻ. ഈ ചിക്കൻ നൈസായിരുന്നു, നല്ല ഉപ്പൊക്കെ ഉണ്ടായിട്ട് എനിക്കെന്തോ നല്ല ഇഷ്ടമായി. അതും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് തന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 7-8-9 ക്വസ്റ്റ്യൻ ഉണ്ടായി. എന്താ നിങ്ങൾ FSCയോട് ചൂസ് ചെയ്യാൻ കാരണം, അതും DKയുടെ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തവരുടെ പോയിൻറ്റ്സ് ഓരോരുത്തവരെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് രാത്രി 6 മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്ന്. ഈ റൈസ് ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ആ സാലഡ് എനിക്ക് ഇഷ്ടമാണ്, കുക്കുംബറിൻ്റെ സാലഡ് ഞാൻ തിന്നും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് കുക്കുംബറാ. അതെനിക്ക് വെറുതെ തന്നെ ഇഷ്ടമാണ്. പിന്നെ അവരൊക്കെ അവിടെ എന്തോ സലാമിയൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നിട്ട് അത് ഞാൻ തിന്നില്ല. എൻ്റെ ഫ്രണ്ടിന് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എടുക്കുന്നത് ഞാൻ തിന്നൂട്ടാ. പിന്നെ ഞാൻ എന്തൊക്കെയോ എടുത്ത്. പിന്നെ ഇത് ഞങ്ങളുടെ ബാക്ക് വശത്ത്, പള്ളിയുടെ ബാക്ക് വശമാണ് കാണുന്നത്. കിണ്ണം കാച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ച സ്ഥലമായിരുന്നു അവിടെ. ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നെ എന്താ രസം. പക്ഷേ വെയിലെന്ന് പറയുമ്പോൾ പപ്പടം പൊള്ളണ വെയിലുണ്ട്, ആ ഒരു പ്രശ്നമുള്ളൂ. സൂപ്പറായിരുന്നു. നല്ലൊരു എന്താ പറയുക, നല്ല രസമുള്ളൊരു ഏരിയ ആയിരുന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന്. ഇതെനിക്ക് തോന്നുന്നത് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ സൂര്യനമ്മാവൻ പോയിട്ടില്ല. പിന്നെ അങ്ങാടിങ്ങടൊക്കെ നടന്ന് കീപോട്ട് പോയില്ല.